ഖാലിഖായ റബ്ബിൻ്റെ ദീനം മുറുകെ പിടിച്ച് ജീവിക്കുക, അതുതന്നെയാണ് ശരീഅത്ത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ തങ്ങൾ എന്താ അദ്കിയയിൽ പറഞ്ഞതാണ് അല്ലേ, വശരീഅത്തുൻ അഖ്സും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. വഖിയാമുഹു ബിൽ അംരി വന്നഹി, എന്തൊക്കെ ശരീഅത്ത് കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യുക, എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക എന്ന് തന്നെയാണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ. വത്വരീഖത്തുൻ അഖ്സും ബിഅഹ്വത കൽവറ വഅസീമത്തും കരിയാലത്തിൻ മുതബത്തിലാ. അങ്ങനെ അതൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ മറ്റൊരു കവാടത്തിലേക്ക് കടക്കുകയാണ് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഒഴിവാക്കലല്ല, നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത് ചില ആളുകളൊക്കെ. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റൊരു ഇതിലേക്ക് കടക്കലല്ല ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ അഖ്ദുൻ ബി അഹ്വത, ഈ ശരീഅത്തിൽപ്പെട്ട തന്നെ സൂക്ഷ്മതയോടെ ജീവിക്കുക. ഇത് നമ്മൾ ഉദാഹരണം പറഞ്ഞു അല്ലേ, നമ്മളിപ്പോൾ നൈഫിലേക്ക് റൂമിൽ നിന്ന് വരുന്ന ഒരു വഴി, ആ വഴിയിലൂടെ വന്നാൽ ഒരുപാട് ഹറാമുകൾ കാണാൻ സാധ്യതയുള്ള വഴിയാണ്. ഔറത്തൊക്കെ മറക്കാത്ത സ്ത്രീകളൊക്കെ നടക്കുന്ന ഒരു വഴിയാണ് എങ്കിൽ ഒരു ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുന്ന അതിലുള്ള ഒരു ചെറുപ്പക്കാരന് ആ വഴിയിലൂടെ നടക്കൽ ശരിക്കുന്നല്ല, അവൻ അനുവദമല്ല. എന്തുകൊണ്ട്? അവൻ വറഉള്ളവനാണ്, സൂക്ഷ്മതയുള്ളവനാണ്. അപ്പോൾ അവൻ മറ്റൊരു വഴി തിരഞ്ഞെടുക്കും. സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ ആ വഴിക്ക് വരികയാണ്, എന്നാൽ എന്തല്ല കുഴപ്പമൊന്നുമില്ല. എന്നാൽ എനിക്ക് ഹറാം കാണേണ്ടി വരുമല്ലോ, അങ്ങനെ എൻ്റെ മുമ്പിൽ അങ്ങനത്തെ ആളുകൾ വന്ന് പെടുമല്ലോ എന്ന് പേടിച്ചിട്ട് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ. കണിയത്ത് ഉസ്താദൊക്കെ അവർക്ക് എന്തെങ്കിലും കൈമടക്കാരൻ കൊടുക്കുമ്പോൾ നിനക്കെന്താടാ ജോലി എന്ന് ചോദിക്കുമായിരുന്നു അല്ലേ. കാരണം അവൻ്റെ ജോലി ഹറാമ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന പണം എൻ്റെയും എൻ്റെ മക്കളെയും വയറ്റിലേക്ക് പോകുമല്ലോ, അത് അള്ളാഹു ചോദിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് അവിടെ ദുന്യാവിനെ മുന്തിച്ചില്ല, പിന്നെ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ മുന്തിച്ചു എന്നാണ്. ഹറാമാണെങ്കിൽ വേണ്ട. ഹറാമായ മുതല കൊണ്ടുണ്ടാക്കിയ വീട് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ മുപ്പര് തിരിഞ്ഞുമല്ലേ നമ്മൾ ചരിത്രത്തിൽ കേട്ടതാണ്. കണ്ടോ, അതാണ് ഹറാം എവിടെ ഉണ്ടാവുന്നു. അവർ സൂക്ഷ്മതയോടെ ജീവിച്ചു, അവരൊക്കെ ത്വരീഖത്തിൻ്റെ അഹലുകാരായിരുന്നു. അല്ലാതെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ദിക്റും ചൊല്ലിയിട്ട് ഇങ്ങനെ കുത്തിരിക്കലല്ല. ഈ ചെയ്യുന്നത് കൂടാതെ ഒന്നും കൂടി ഉഷാറായിട്ട് സൂക്ഷ്മതയോടെ എവിടെയെങ്കിലും ഹറാമ് കാണുമോ എന്ന് പേടിച്ചിട്ട് ആ വഴിക്ക് പോവാതെ ഇരിക്കുന്ന ആളുകൾ, ഹലാലായ കാര്യങ്ങൾ പോലും അതിൽ ഹറാമ് വന്നു പോകുമോ എന്ന് പേടിച്ച് ഒഴിവാക്കുന്ന ആളുകൾ, ഇത് ഫർളാ കാര്യങ്ങളെല്ലാം നിസ്കരിക്കാതെ ദിക്റും ചൊല്ലി നടക്കുന്ന ആളുകളാണ് കുറേ ആൾക്കാർ. കാല് തടവാൻ പെണ്ണുങ്ങൾ ചില സുൽത്താന്മാരുടെ റൂമിൻ്റെ അകത്തളങ്ങളിലൊക്കെ, അവരുടെ അനുയായികളൊക്കെ വലിയ വരിയാണ് ഞങ്ങളുടെ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താക്കുക, ചെറുപ്പക്കാരായ നമ്മളൊക്കെ മനസ്സിലാക്കുക. ഇതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വഹഖീഖത്തുൽ ലിവുസൂലിഹി ലിൽ മഖ്സദി, ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ മഖ്സദിലേക്ക്, നമ്മൾ ഉദ്ദേശിച്ചു പോയ, അന്വേഷിച്ചു പോയ ആ അള്ളാഹുവിലേക്ക് നാം എത്തലാണെന്ത് ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് ഭാഗ്യം തരട്ടെ, ആമീൻ. ഇനി ഒരു ബൈത്തും കൂടി പഠിക്കാം. സുംഅനിദ്ദുനിയാ വളറതഹാ വലാ തഫ്ശൽ, അങ്ങനെയുള്ളതല്ലേ, വലാ തഫ്തുർ. സുംഅനിദ്ദുനിയാ വളറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹദ്റതർ റഹ്മാനി ബിൽ വിസ്വാലി സ്വാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വളരെ തസവൂഫിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെത്തിക്കുന്ന ബൈത്തുകളാണ്. സ്വം, നീ നോമ്പ് നോക്കുക. സ്വാമ യസൂമു, സോമ് എന്ന് പറഞ്ഞാൽ നോമ്പാണല്ലേ. ഇത് സുന്നത്ത് നോമ്പ് നോക്കാൻ വേണ്ടി പറയുന്ന ബൈത്തല്ല, അത് നമ്മൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്താണ്. സ്വം, നീ നോമ്പ് നോക്കുക. അനിദ്ദുന്യ, ദുന്യാവിനെ തൊട്ട് നീ നോമ്പുകാരനാവുക എന്ന് പറഞ്ഞാൽ, സാധാരണ നോമ്പ് നോൽക്കുന്ന ഒരാൾ
അവൻ്റെ ലദ്ദാത്ത് ഷഹവാത്തുകളെ തൊട്ടൊക്കെ വിട്ടു നിൽക്കുകയാണല്ലേ. നമ്മളൊരു നോമ്പുകാരനാണെങ്കിൽ ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ ഗീബത്ത്, നമീമത്ത്, അവൻ ആഗ്രഹിക്കുന്ന പല ലദ്ദാത്ത് ഷഹവാത്തുകളെ തൊട്ട് അവൻ എന്താക്കുന്നു? വിട്ടു നിൽക്കുന്നു. അതുപോലെ ദുന്യാവിൻ്റെ ഈ ആഡംബരങ്ങൾ, അതേപോലെ തന്നെ ദുന്യാവിൻ്റെ മറ്റുള്ള കൊതിപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ എന്താക്കുക? പരമാവധി നീ വിട്ടു നിൽക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ഔലിയാക്കളൊക്കെ ജീവിച്ച് കാണിച്ചു തന്നത്. അതാണ് ദുന്യാവിനെ തൊട്ട് നീ എന്താക്കുക? വിട്ടു നിൽക്കുക. മഹാന്മാർ പറയുന്നുണ്ട്, സാധാരണ ഷറയിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ത്വാമ് ഷറാബിനെ തൊട്ടൊക്കെ എന്താക്കുക? നമ്മൾ ഇംസാക്ക് ചെയ്യുക, വിട്ടു നിൽക്കുക. ഇവിടെ ദുനിയാവിൻ്റെ ലദ്ദാത്ത് ഷഹവാത്തുകൾ, അതിൻ്റെ ആഡംബരങ്ങളെ തൊട്ടൊക്കെ നമ്മൾ എന്താക്കുക? പരമാവധി വിട്ടു നിൽക്കുക. അതെങ്ങനെ? ബി അല്ലാ തൽതഫിത ഇലൈഹ, ദുനിയാവിലേക്ക് നീ തിരിയരുത്. ലാ ബി ളാഹിരിക വലാ ബി ബാത്തിനിക, പ്രത്യക്ഷത്തിലും ഖൽബ് കൊണ്ടും നീ എന്താക്കരുത്? ദുനിയാവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു പോകരുത്. അത് അള്ളാഹുവിനെ തൊട്ട് അകലാൻ കാരണമാകുന്നതാണ്. അതൊക്കെ വലിയ വലിയ ഔലിയാക്കളൊക്കെ ജീവിച്ച ആ ഒരു പാത, അതിലേക്ക് നടന്നെടുക്കുന്ന മുരീദന്മാർക്ക് മഹാൻ കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. എന്നിട്ട് ചില മഹാന്മാരൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ദുന്യാവ് എന്ന് ഈ ദുന്യാവിന് പേര് വെക്കാനുള്ള കാരണം അത് ദുനൂവ് എന്നുള്ള വാക്കിൽ നിന്നാണ്. നമ്മൾ പഠിച്ചു നോക്കുക, ദുന്യാവിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ദുന്യാവ് എന്നുള്ള ആ വാക്ക് വന്നത് തന്നെ, ആ പേര് വന്നത് തന്നെ മിന ദുനൂവി, ദുനൂവ് എന്നുള്ള വാക്കിൽ നിന്നാണ്. എന്തുകൊണ്ട്? ആഖിറത്തിലേക്ക് നോക്കുമ്പോൾ അത് വളരെ അടുത്താണ്, ഏത് സമയത്തും നശിക്കാൻ അടുത്തതാണ് ദുനിയാവ്. അത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ ദുനിയാവ് കഴിഞ്ഞു അല്ലേ. അതുകൊണ്ട് നമ്മുടെ മരണം അത്രയേ ഉള്ളൂ ദുനിയാവിൽ എന്നുള്ള ഒരു സൂചനയാണ് ഈ വാക്കിൽ തന്നെ ഉള്ളത്. വളരെ നശിക്കാൻ അടുത്തതാണ്. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഖൽബിലേക്ക് ഈ ദുനിയാവ് എപ്പോഴും അടുത്തായിരിക്കും. ദുനിയാവിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഈ ആഡംബരങ്ങളും രസങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഖൽബിലെപ്പോഴും ദുനിയാവ് എന്നുള്ള ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഖൽബിലേക്ക് അടുത്തത് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥം ദനാഅത്തി എന്നുള്ള, ദനാഅത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് ദുന്യ എന്നുള്ള വാക്കുണ്ടായത്. ദനാഅത്ത് എന്നുള്ള അർത്ഥം വളരെ നിന്ദ്യമായ ഒരു വസ്തുവിനാണെന്ന് പറയുന്നത്. ദനാഅത്ത് നിന്ദ്യതായ ഒരു വസ്തു. അതിനെ പിന്നെ മഹാന്മാർ തെളിവാക്കുന്നത് ഹദീസിൽ വന്നിട്ടുണ്ടെന്ന്, അദ്ദുന്യ ജീഫത്തുൻ വത്വാലിബുഹ കിലാബ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചീഞ്ഞു നാറുന്ന ഏതുപോലെയാണ്? ഒരു ശവം പോലെയാണ്. അതിനെ തേടിപ്പോകുന്ന ആൾക്കാർ, അതിനു വേണ്ടി തല്ലുകൂടുന്ന ആൾക്കാർ, അത് പിന്നെ അതിനെ ശവം തിന്നുന്ന നായ്ക്കളെ പോലെയാണെന്ന് സുഫിയാക്കളുടെ ഭാഷയിൽ. നമ്മൾ ദുന്യാവ് കിട്ടാൻ വേണ്ടി ജ്യേഷ്ഠനെന്നില്ല, അനുജനെന്നില്ല, കുടുംബക്കാരെന്നില്ല, ഒരു സെൻറ്റ് സ്ഥലം കിട്ടാൻ വേണ്ടി അടിയും പിടിയും കൊത്തും കൊലയും ഒക്കെയാണ് ദുന്യാവ് കിട്ടാൻ വേണ്ടി. എന്നാൽ ദുന്യാവ് ഒരു ചീഞ്ഞളിഞ്ഞ ശവം പോലെയും, അതിനു വേണ്ടി തല്ലുകൂടുന്നവർ ആരാണ്? കിലാബ്, നായ്ക്കളാണെന്നാണ്. അപ്പോൾ നിന്ദ്യമായൊരു വസ്തു എന്നുള്ള ഒരു അർത്ഥവും ഇതിലുണ്ട്, ദുന്യാവ് എന്നുള്ളതാണ്. ആ ദുന്യാവിനെയാണ് നമ്മളെന്താക്കുന്നത്? സ്നേഹിക്കുന്നത്. ആഖിറത്തിനെ മറന്നു പോകുന്നു. അതുകൊണ്ട് അങ്ങനെ ആവരുത്, നേരെ തിരിച്ചാവണം. ദുന്യാവ് എപ്പോഴും എളുപ്പത്തിൽ നശിക്കാനുള്ളതാണ്, ഞാൻ ഏത് സമയത്തും മരിക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാം നേടണം ദുന്യാവിൽ എന്ന് നീ ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകും. ചില ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ഒരു സ്ഥാപനം നല്ല നിലയിൽ നടക്കുന്നുണ്ടാവും, പിന്നെയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മറ്റൊരു സ്ഥാപനം തുടങ്ങും. അവസാനം ആ സ്ഥാപനം, ഇപ്പോൾ തുടങ്ങിയ സ്ഥാപനം നഷ്ടത്തിലാവും, ബാങ്കിലേക്ക് തിരിച്ചടക്കാൻ പണമില്ലാതാവും. അപ്പോൾ ഓൾറെഡി ശരിക്കും നടന്നുകൊണ്ടിരുന്ന ആ സ്ഥാപനം എന്താക്കേണ്ടി വരും? വിൽക്കേണ്ടി വരും. അവസാനം ഒന്നുമില്ലാതായിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യേണ്ടി വരും. ജീവിച്ചു പോകണ്ടേ? വലിയ മുതലാളിയായിരുന്നു, പക്ഷേ അമിതമായ ആഗ്രഹം വന്നപ്പോൾ എന്തൊക്കെയോ ചെയ്തു, അവസാനം ഓരോന്നായിട്ട് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ദുന്യാവില്ല ആഖിറമില്ലാത്ത അവസ്ഥയിൽ ഒരുപാട് ലോണുകളും ഹറാമുകളും അതും ഇതൊക്കെ ആയിട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ച രീതിയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്താണ് സംഭവിച്ചത്? ദുന്യാവിനെ അമിതമായി ഇങ്ങനെ നേടണമെന്ന് ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഉണ്ടാവരുത്. ജീവിച്ചു പോകാനുള്ള ഒരു സോഴ്സ് മാത്രമായിട്ട് ദുന്യാവിനെ കാണാം. അത്യാവശ്യം ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട്.
ഇനി സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ സൂഫി വര്യനാണ്. അദ്ദേഹം പറയുന്നു, ലൈസ സുഹുദു ഫി ദുനിയ, ദുന്യാവിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, വളരെ പരുക്കൻ വസ്ത്രങ്ങളും, നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്, പരുക്കൻ വസ്ത്രങ്ങളും വൃത്തിയില്ലാതെ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി താടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ ജീവിക്കലല്ല ദുന്യാവിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഖസ്റുൽ അമലി, നേരത്തെ പറഞ്ഞു അമിതമായ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നാൽ ദുന്യാവ് ആഖിറത്തിന് വേണ്ടി നമുക്ക് എന്താക്കും, സമയം ലഭിക്കും. അങ്ങനെയുള്ള ഒരുപാട് കച്ചവടം കാര്യങ്ങളും ഒരുപാട് ബ്രാഞ്ചുകളും അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് പള്ളിയിൽ വരാനോ ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഇരിക്കാനോ സാധിക്കുന്നുണ്ടോ? ഇല്ല. പല ഇൽമിൻ്റെ മജ്ലിസിലും കാണുന്നത് മിസ്കിന്മാരെയാണ്, പാവങ്ങളെയാണ്, ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെയാണ്. മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുന്നില്ല, കാരണം മറ്റുള്ളവർക്ക് വരാൻ സാധിക്കുന്നില്ല, ഒരുപാട് ശൂലാണ്. എന്നിട്ട് അതിനേക്കാളും വലിയ ആഗ്രഹങ്ങളുണ്ടാവും, ഇനിയും നേടണം, ഇനിയും നേടണം. അപ്പോൾ ദുന്യാവിൻ്റെ ശൂലിൽ ആഖിറം ഒരുപാട് ദൂരെയാവും. അവസാനം അസ്റായിൽ അലൈഹിസ്സലാം എന്നൊരു ദിവസം റൂഹിനെ പിടിക്കാൻ പോകുമ്പോൾ അവനൊക്കെ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. സമയം കിട്ടിയില്ല. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്പസമയം എനിക്ക് സമയം തന്നാൽ, പിന്തിച്ചാൽ. അവിടെ പറയുന്ന വാക്കെന്താണ്? ഫഅസ്സദ്ദഖ, ഞാൻ സദഖ ചെയ്തു കൊള്ളാം, വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം. ആണോ? അപ്പോൾ അവന് ആ മരണസമയത്ത് മനസ്സിലായി സദഖ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് സ്വാലിഹായ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ മരണസമയത്ത് അതെനിക്ക് ഉപകരിക്കുമായിരുന്നു. ഇപ്പോൾ മരണം എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അതിഭീകരമായ രീതിയിലാണ്, നരകം ഇതാ കാണിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്വർഗമാണെങ്കിൽ പിന്നെ പിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, സ്വർഗം കണ്ട് സ്വർഗത്തിലേക്ക് തന്നെ പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നരകമാണ് ഓൻ്റെ മുമ്പിൽ കാണിക്കപ്പെടുന്നത് റൂഹിനെ പിടിക്കുമ്പോൾ. അപ്പോൾ അവന് മനസ്സിലായി ഈ തന്ന ആയുസ് മുഴുവനും വെറുതെ ആയിപ്പോയെന്ന്. അപ്പം അങ്ങനെ ആവരുത്, ദുന്യാവിൽ പൂർണ്ണമായിട്ട് മുഴുകുന്ന ഒരവസ്ഥ വരരുതെന്നാണ്. പിന്നെ ഒരു മഹാൻ പാടി, ഇന്നമദ്ദുന്യാ ഫനാഉൻ ലൈസ ലിദ്ദുന്യാ ബഖാ ഇന്നമദ്ദുന്യാ വമാ ഫീഹാ കനസ്ജിൽ അൻകബൂത്ത്. എന്താ നല്ല അർത്ഥമുള്ള ബൈത്താണ് സൂഫി പാടിയത്. ദുന്യാവ് എന്നുള്ള ഫനാഉൻ നശിക്കുന്നതാണ്, ലൈസ ലിദ്ദുന്യാ ബഖാ, ഈ ദുന്യാവിനൊരു ശേഷിപ്പില്ല, ബഖാ ഇല്ല. അത് നമുക്കറിയാം, കുല്ലു മൻ അലൈഹാ ഫാൻ അല്ലേ, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇന്നമദ്ദുന്യാ വമാ ഫീഹാ, ഈ ദുന്യാവും അതിലുള്ളതെല്ലാം കനസ്ജിൽ അൻകബൂത്ത്. നസ്ജിൽ അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ മന്ത്രി ഇതുണ്ടല്ലോ, ചലന്തി വലയെ പോലെയാണ്. ചലന്തി വല എന്നങ്ങനെ ആക്കിയാലും പോയല്ലേ, അതുപോലെയാണ് ഈ കാണുന്നതൊക്കെ, എല്ലാം നശിക്കാനുള്ളതാണ്. ലൈസ ഫീഹാ ഐശത്തുൻ ഫൽ ഐശു ഐശുൽ ആഖിറ, ഇത് യഥാർത്ഥ ജീവിതമല്ല. ഫൽ ഐശു ഐശുൽ ആഖിറ, യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലുള്ള ജീവിതമാണ്. കുല്ലു അഹ്ലിൽ ഐശി മൈത്തുൻ, എല്ലാ ദുനിയാവിലുള്ള ഈ ജീവിക്കുന്നവരൊക്കെ മരിക്കുന്നവരാണല്ലോ. കുല്ലു മൈത്തിൻ ഫിത്തബൂത്ത്, എല്ലാ മരിക്കുന്നവരും ഐ ഫിത്താബൂത്തി ഫിൽ ഖബ്രി എന്നാണ്, എല്ലാവരും ഖബറിലേക്ക് പോകേണ്ടവരാണല്ലോ എന്ന് മഹാനവറുകൾ പറയുന്നു. അന്ന് നല്ല അർത്ഥമുള്ള ബൈത്തുകളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ നശിക്കുന്ന ഒരു ദുനിയാവാണ്, ആഖിറമാണ് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കുക. ഇനി എന്തായാലും ഇനിയുള്ള ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് എന്താക്കുക, അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. കാരണം ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു ബൈത്താണ്. ദുന്യാവിൻ്റെ ആ നിന്ദതയും ആ ദുന്യാവുമായിട്ട് നാം അമിതമായിട്ട് ആ ദുന്യാവിനെ ആഗ്രഹിച്ച് അതിൽ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നാണ്. അതുകൊണ്ട് ദുന്യാവിനെ തൊട്ട് നീ നോമ്പുകാരനെ പോലെ, ഒരു നോമ്പുകാരൻ അവൻ ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് നോമ്പ് നോക്കിയ സമയത്ത് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവില്ലേ, നല്ല പഴങ്ങൾ, നല്ല നല്ല മധുര പലഹാരങ്ങൾ. നമ്മളൊരു മീറ്റിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല നല്ല ജ്യൂസുകളൊക്കെ കൊണ്ടുവരപ്പെടുകയാണ്. നമ്മൾ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു മീറ്റിംഗ് ആയിരിക്കും. തിങ്കളാഴ്ച നോമ്പ് നോക്കിയിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ വായിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറുന്നുണ്ട്. പക്ഷേ ആ ലദ്ദാത്ത് ഷഹവാത്തിനെ തൊട്ട് നമ്മളെന്താക്കണം, വിട്ടു നിൽക്കുന്നു. എന്തുകൊണ്ട്?
നോമ്പുകാരനാണ്. അതുപോലെ നീ ദുന്യാവിലുള്ള ഒരു നോമ്പുകാരനാവണേ. ദുന്യാവിൻ്റെ ലദ്ദാത്ത് ശഹവാത്തുകളെ തൊട്ടൊക്കെ നീ വിട്ടു നിൽക്കണേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദുന്യാവുമായിട്ട് കെട്ടിമറഞ്ഞ് ആഖിറം മറക്കുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും അല്ലാഹു തരാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ ബൈത്തിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദ്ഹ് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞു. ഈ ദുന്യാവിൻ്റെ നിന്ദ്യമായ അവസ്ഥയും നാളെ പോകാനുള്ളത് വലിയ ഭയപ്പെടുന്ന ആഖിറത്തിലേക്കാണെന്നുള്ള ഒരു ചിന്തയും അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചു തരണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഈ ദുന്യാവിൽ ജീവിക്കുന്ന സമയത്ത് ഹലാല് മാത്രം സമ്പാദിക്കുവാനും ഹലാല് മാത്രം ഭക്ഷിക്കുവാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്ത് പ്രേരണകളോ സമ്മർദ്ദങ്ങളോ എന്ത് മോഹിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടായാലും ഞങ്ങളുടെ മുമ്പിലേക്ക് അവസരങ്ങൾ വന്നാലും ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കിയിട്ട് ഹലാലാണെങ്കിൽ അത് സ്വീകരിക്കുവാനും ഹറാമിനെ പൂർണ്ണമായിട്ട് ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഹറാമ് ഭക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാഹ്. പട്ടിണിയോ പരിവട്ടമോ മൂലം ആരുടെ മുമ്പിലും കൈനീട്ട് ജീവിക്കുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഹലാല് കൊണ്ട് നീ ഐശ്വര്യം